ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. അസ്സലാമു അലൈക്കും. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട സലാം ഫൈസി. കേട്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി. 1990-ലാണ് ഇവിടെ വരുന്നത് അല്ലേ? അടക്കാക്കുണ്ട് വരുന്നത് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ഒരു 1.5 മിനിറ്റ് കൊണ്ടൊന്ന് പറഞ്ഞു തരണം എന്താണ് ഹിമ. ഇതെനിക്ക് വേണ്ടിയല്ല, എനിക്ക് ഏകദേശം മനസ്സിലായി, പുറത്തുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉസ്താദ് ഒന്ന് പറയൂ, എന്താണ് ഹിമ? ഹിമ എന്ന് പറയുന്നത് ഹെവൻ ഓഫ് ഇൻറ്റിമസി ആൻഡ് മെഴ്സിഫുൾ അറ്റ്മോസ്ഫിയർ എന്നാണ് ഇതിൻ്റെ ഒരു ആകെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ അടുപ്പമുള്ള, ഇഴയടുപ്പമുള്ള, ദയയുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു സാന്ത്വന തീരമാണ് ഹിമ എന്ന് പറയുന്നത്. തെരുവിലുപേക്ഷിക്കപ്പെടുന്നവരും സംരക്ഷിക്കാൻ ആളില്ലാത്തവരുമായ നിരാശ്രയരായ നിരാലംബരായ ആളുകളെ ഏറ്റെടുത്ത് അവരുടെ ജീവിതാന്ത്യം വരെ ചികിത്സയും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും നൽകി പരിചരിക്കുക, അവസാനം മാന്യമായ രീതിയിൽ അവർക്ക് ഈ ഭൂമിയോട് വിട പറയാനുള്ള അവസരം ഒരുക്കുക. അത് ജാതി മതഭേദമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുക. ഈ കവാടം കടന്നു വരുന്നവന് പിന്നെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ സംഘടിപ്പിക്കുന്നവർക്ക് മതമുണ്ടെങ്കിലും അവർ വരുന്നവരെ ഒരു മതത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് നമ്മൾ അവരെ നിർബന്ധിക്കുന്നില്ല. അവർക്ക് അവരുടെ സ്വന്തം വിശ്വാസമനുസരിച്ചും ആചാരമനുസരിച്ചും ജീവിക്കാനുള്ള സൗകര്യമുണ്ട്. മരണപ്പെട്ടാലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചാണ് അവരുടെ സംസ്കാരം നടക്കുക. ഇതേ രീതിയിൽ സംരക്ഷിക്കുന്ന ഞങ്ങൾ 250ഓളം ആളുകളെ ഏറ്റെടുത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. അതിൽ 10-70ഓളം ആളുകൾ മരണപ്പെട്ടു പോയി ഞങ്ങളെ കൈകൾ. ഒരു ചോദ്യം കൂടെ, ഏകദേശം ഇവിടെ 200-ലേറെ ആളുകളുണ്ടാവും? ഇല്ല, ഇപ്പോൾ 50ഓളം ആളുകളാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ 50ഓളം ആളുകളുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു മാസം ഏകദേശം നമ്മുടെ ഈ സ്ഥാപനം ഹിമ റൺ ചെയ്യാൻ ഏകദേശം എത്ര ചിലവ് വരും? ഞങ്ങൾ ഹിമ കെയർ ഹോം എന്ന് പറയുന്ന ഈ നിരാലംബരുടെ ഇതും അതുപോലെ 7 യൂണിറ്റ് ഡയാലിസിസ് സെൻ്റർ 10-25ഓളം ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യുകയും ഒരു ഫിസിയോതെറാപ്പി അടക്കമുള്ള ഈ സമുച്ചയത്തിൻ്റെ പ്രതിമാസ ചിലവ് ഏകദേശം 8 ലക്ഷത്തോളം ഉറുപ്പിക വരും. കാരണം ഇത് കേരളത്തിലെ എല്ലാ സർക്കാരിൻ്റെ നിയമങ്ങൾക്കും അനുസരിച്ചാണ് ഇവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ വരെ എല്ലാ അർത്ഥത്തിലും 10-20ഓളം സ്റ്റാഫും അതുപോലെയുള്ള മറ്റു സൗകര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ വളരെ വലിയ ചിലവ് വരുന്നുണ്ട്. 8 ലക്ഷത്തോളം ഉറുപ്പിക ചിലവ് വരുന്നുണ്ട്. അൽഹംദുലില്ലാ ആളുകളുടെ കൈയഴിഞ്ഞ സഹായം കൊണ്ട് ഇതുവരെ നന്നായി നടന്നു പോന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച കെയർ ഹോമുകളിലൊന്നാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള കെയർ ഹോം എന്നാണ് ഹിമയെ എല്ലാവരും വിശേഷിപ്പിക്കാറ്. ഇത്രയും സുന്ദരമായ ഒരു സ്ഥാപനം ആരുടെ ആശയമായിരുന്നു? ആരാണിത് കൊണ്ടുവന്നത്? ഇത് എ.പി. ഒപ്പു ഹാജി എന്ന് പറയുന്ന ഒരു മഹാമനീഷി ഈ കിഴക്കൻ എറണാടിൻ്റെ വലിയ കാരണവരായി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്തിമാഭിലാഷമായി അദ്ദേഹത്തിൻ്റെ ഭൂമി ഉപയോഗിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തെനിക്ക് നാളെ പരലോകത്തേക്ക് ഗുണം വേണം എന്നാഗ്രഹിച്ച് എന്നെയും എൻ്റെ സഹപ്രവർത്തകൻ ഇതിൻ്റെ സെക്രട്ടറിയുമായ ഫരീദ് റഹ്മാനെയും വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളുണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെയും പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ പണവും 3 ഏക്കറോളം ഭൂമിയും അദ്ദേഹം വിനിയോഗിച്ച് ആണ് ഈ സ്ഥാപനം പടുത്തുയർത്തിയത്. വലിയ സന്തോഷം ഹിമയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ. ഇതുപോലെ നമുക്കൊക്കെ മാതൃകയാകാം. അതുപോലെ പല തുള്ളി പെരുവെള്ളം നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ ഹിമയിൽ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ചെയ്യേണ്ട, ഡയറക്റ്റ് ഇവിടെ വരിക, സ്ഥാപനം കാണുക. ഇവിടെ ഞാൻ കണ്ടപ്പോൾ ഫുള്ള് ഹൈടെക് ആണ്, ഹൈജീനിക് ആണ്, ഒന്നും പറയാനില്ല, 100ക്ക് 100 ആണ്. ഉസ്താദേ, ഒരുപാട് സന്തോഷം. അസ്സലാമു അലൈക്കും.